കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പുറമേരി സ്വദേശിയായ 10 വയസ്സുകാരനും പന്തീരങ്കാവ് സ്വദേശിയായ 2 വയസ്സുകാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അനീഷ്, ഈ കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ? പ്രവിധ, കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ആശങ്ക പരത്തി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജില്ലയിൽ 2 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പുറമേരി സ്വദേശിയായ 10 വയസ്സുകാരനും പന്തീരങ്കാവ് സ്വദേശിയായ 2 വയസ്സുള്ള കുഞ്ഞിനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കടുത്ത വയറിളക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രോഗം ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കഫവും രക്തവും കലർന്ന വയറിളക്കം, വയറുവേദന, ഛർദി, പനി, വിറയൽ, അമിതമായ ക്ഷീണം എന്നിവയാണ് ഇതിന്റെ പ്രധാനമായ രോഗലക്ഷണങ്ങളായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മലിനമായ വെള്ളത്തിലൂടെയും പഴകിയതോ കേടായതുമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയുമാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. കൂടാതെ ഈ രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള ഒരു സമ്പർക്കം പുലർത്തുന്നതും ഈ രോഗബാധത്തിന് കാരണമാകുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് പെരുവയൽ പഞ്ചായത്തിലും 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. 51 പേർ നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും 2 പേർ കൂടി കോഴിക്കോട് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കണം. ഏതായാലും ഈ സന്ദർഭത്തിൽ വലിയൊരു ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.